ഹലോ, CBSE ക്ലാസ് 10ൻ്റെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിന് മുമ്പ് 2 ക്ലാസ്സുകളിലും കുറച്ച് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിരുന്നു. ഇത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ റെഫർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് നോക്കി ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ക്ലാസ് തുടങ്ങാം. First question, how many 176 ohm resistors in parallel are required to carry 5 ampere on a 220 volt line? ഇവിടെ how many 176 ohm 176 ohm 176 ohm ഉള്ള എത്ര റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് 5 ആംപിയർ കറണ്ട് ഓൺ എ 220 വോൾട്ട് ലൈൻ കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വി തന്നിട്ടുണ്ടല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 220 വോൾട്ട് എന്ന് തന്നു, ഈ കറണ്ട് 5 ആംപിയർ എന്ന് തന്നു. അതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ്, ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എന്നാലേ എത്ര റെസിസ്റ്റേഴ്സ് വെക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണാൻ R ഈസ് ഈക്വൽ ടു, ഓംസ് ലാ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു, V ഈസ് ഈക്വൽ ടു IR. അതാണ് ഓംസ് ലാ, V ഈസ് ഈക്വൽ ടു IR. അതിലെ R ഈസ് ഈക്വൽ ടു V ബൈ I. അപ്പോൾ R ഈസ് ഈക്വൽ ടു V ബൈ I, V 220 വോൾട്ട് ബൈ 5 ആംപിയർ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 44 എന്ന് കിട്ടും. 44 ഓം ആണ് അവിടുത്തെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്. ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് 44 ഓം ഈസ് ലെസ് ദാൻ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് 176 ഓം. സോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ് ആർ ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 176 ഓം ആണ് അല്ലേ. 176 ഓം ഉള്ള എത്ര റെസിസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ R1, R2, R3 ഇതെല്ലാം 176 ഓം ആണ്. ആ 176 ഓം ഉള്ള എത്ര റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യാലാണ്, അല്ലെങ്കിൽ പാരലാണെന്ന് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പാരലാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കണം, ഇക്വലൻ്റ് റെസിസ്റ്റൻസ് 44 ഓം ആണ്, ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് 176 ഓമുമാണ്. അപ്പോൾ 176 ഓമിനെക്കാട്ടിലും കുറവാണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സീരീസ് കണക്ഷനിലാണെങ്കിൽ R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെ ആഡ് ചെയ്യുമ്പോഴാണ്, അപ്പോൾ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനെക്കാട്ടി കൂടുതലായിരിക്കും അവിടെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്, എങ്ങനെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പാരലാണെങ്കിലോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനെക്കാട്ടിലും ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനെക്കാട്ടിലും കുറവായിരിക്കും. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ലെസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് 44ഉമാണ്, ഇൻഡിവിജ്വൽ 176ഉമാണ്. അതുകൊണ്ട് റെസിസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്? പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. പാരൽ കണക്ഷനിലെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എക്സെട്ര. ഇവിടെ R1, R2, R3 ഒക്കെ എത്രയാണ്? 176 ഓം ആണ് അല്ലേ. അപ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് 44 ഓമാണ്. അപ്പോൾ 1/44 ഈസ് ഈക്വൽ ടു 1/176 ഇൻറ്റു N. എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. 1/176 ഇൻറ്റു N ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 44N ഈസ് ഈക്വൽ ടു 176. N ഈസ് ഈക്വൽ ടു 176/44 ഈസ് ഈക്വൽ ടു 4 റെസിസ്റ്റേഴ്സ്. അപ്പം 176 ഓമുള്ള 4 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് 5 ആംപിയർ കറണ്ടും 220 വോൾട്ട് ലൈനും കിട്ടുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴുള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എത്രയായിരിക്കും? 44 ഓം ആയിരിക്കും. സെക്കൻഡ് വൺ, the maximum resistance which can be made using 4 resistors each of resistance half ohm is, half ohm വീതമുള്ള 4 റെസിസ്റ്റേഴ്സ് ഏത് രീതിയിൽ, ഏത് കോമ്പിനേഷനിൽ കണക്ട് ചെയ്താലാണ് മാക്സിമം റെസിസ്റ്റൻസ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം റെസിസ്റ്റൻസ് കിട്ടുന്നത് നമുക്കറിയാം, സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ്. റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം റെസിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പോൾ 4 റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് റെസിസ്റ്റൻസ് ഹാഫ് ഓം ആണ്. അപ്പോൾ സീരീസിലെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4. ഇവിടെ ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് അല്ലേ. ഹാഫ് ഇപ്പം 2 LCM ആയിട്ട് എടുത്തു.
2 LCM ആയിട്ട് എടുക്കുമ്പോൾ 1 + 1 + 1 + 1 4. ഇപ്പോൾ 4/2 4/2 എന്ന് പറയുന്നത് വെട്ടിപ്പോകുമ്പോൾ 2. അപ്പം മാക്സിമം റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 2 ഓം. 2 ഓം കിട്ടാൻ ഹാഫ് ഓം ഉള്ള 4 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. Third one, what is the minimum resistance which can be made using 5 resistors each of 1/5 ohm? മിനിമം റെസിസ്റ്റൻസ് 1/5 ഓം ഉള്ള 5 റെസിസ്റ്റേഴ്സ് വെച്ചാൽ നമുക്ക് മിനിമം റെസിസ്റ്റൻസ് കിട്ടുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ മിനിമം റെസിസ്റ്റൻസ് കിട്ടാൻ നമുക്കറിയാം പാരലൽ കോമ്പിനേഷനിൽ വെച്ചാലേ മിനിമം റെസിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. അപ്പം മിനിമം റെസിസ്റ്റൻസ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ കോമ്പിനേഷൻ. ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ RP എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കണക്ഷൻ എന്നാണ് P. അവിടെ ഇക്വേഷൻ നമുക്കറിയാം 1/R is equal to 1/R1 + 1/R2 + 1/R3 etc. ഇവിടെ 1/RP എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R തന്നെ, അത് ഇൻ പാരലൽ കണക്ഷൻ ഉള്ള മീനിങ് ആണ്. 1/RP is equal to 1/R1 + 1/R2 + 5 ഉണ്ടല്ലേ. അപ്പം 1/R3 + 1/R4 + 1/R5 ദാറ്റ് ഈസ് 1/, ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്, എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. 1/1/5 + 1/1/5 + 1/1/5 ഇങ്ങനെ 5 പ്രാവശ്യം അല്ലേ 1/. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു സംഖ്യ 5 പ്രാവശ്യം എഴുതി കൂട്ടുന്നതിന് പകരം ഒരേ സംഖ്യയെ തന്നെ 5 പ്രാവശ്യം എഴുതി കൂട്ടുന്നതിന് വരെ ഇൻറ്റു ചെയ്യാം അല്ലേ. × 5 2 + 2 + 2 + 2 + 2 5 പ്രാവശ്യം എഴുതി കൂട്ടുന്നതിന് വരെ 2 × 5 ചെയ്യാം. അതുപോലെ 1/1/5 × 5 ഈസ് ഈക്വൽ ടു 1/1/5 എങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് താഴെ ഞാൻ കാണിച്ചിരിക്കുന്നു. 1/1/5 1/1/5 എന്ന് പറയുന്നത് എന്തുവാ? 1 / 1/5 ആണ് അല്ലേ. അതാണ് നമ്മൾ 1/1/5 എന്ന് എഴുതുന്നത്. 1 / 1/5. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. 1 × 5/1 എന്ന് എഴുതും ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് 1/1/5 എന്നുള്ളതിന് പകരം 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 5 × 5 ഈസ് ഈക്വൽ ടു 25 ഓം. അവിടെ ശ്രദ്ധിക്കണം, 25 ഓം എന്ന് എഴുതിയിട്ട് നിങ്ങൾ നിർത്തരുത്. അതെന്താണെന്ന് നോക്കണം. 1/R ആണ്. 1/R അതായത് പാരലൽ കോമ്പിനേഷനിലെ 1/, ആണ് റെസിസ്റ്റൻസ് അല്ലെ. 1/RP ആണ്. ഈസ് ഈക്വൽ ടു 1/25 ഓം. 1/RP ഈസ് ഈക്വൽ ടു 25 ഓം ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലേ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടത്തുള്ളൂ അല്ലേ. റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അപ്പോൾ RP ഈസ് ഈക്വൽ ടു 1/25. 25ൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. 1/25 ഓം കിട്ടും. അതായിരിക്കും മിനിമം റെസിസ്റ്റൻസ്. നമുക്ക് 1/5 ഓം ഉള്ള 5 റെസിസ്റ്റേഴ്സ് പാരലൽ വെച്ചാൽ കിട്ടുന്ന റെസിസ്റ്റൻസ് 1/25 ഓം ആണ്. അതാണ് മിനിമം റെസിസ്റ്റൻസ്. അത് കുറവ് റെസിസ്റ്റൻസ് എങ്ങനെ വെച്ചാലും നമുക്ക് കിട്ടത്തില്ല. 1/25 ഓം. അപ്പോൾ നമ്മൾ ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് മനസ്സിലാക്കി ഇപ്പോഴേ പോയാലേ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ എളുപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഞാൻ കാൽക്കുലേഷൻ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാൽക്കുലേഷൻ കൂടെ നോക്കി തന്നെ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മാക്സിമം റെസിസ്റ്റൻസ് വിച്ച് ക്യാൻ ബി മെയ്ഡ് യൂസിങ് 5 റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് 1/5 ഓം. നമ്മളിപ്പോൾ ചെയ്തത് മിനിമം റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ. ഇനി മാക്സിമം റെസിസ്റ്റൻസ് കിട്ടാൻ അല്ലേ, മാക്സിമം റെസിസ്റ്റൻസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ദെൻ equivalent resistance in series combination RS is equal to R1 + R2 + R3 + R4 + R5. എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസ് 1/5 ആയതുകൊണ്ട് 5 ടൈംസ് നമ്മൾ 1/5 ആഡ് ചെയ്താൽ മതി. അതിന് പകരം 1/5 × 5 ഒരേ സംഖ്യകൾ ആഡ് ചെയ്യുന്നതിന് പകരം എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/5 × 5 ഈസ് ഈക്വൽ ടു 5/5 ഈസ് ഈക്വൽ ടു 1 ഓം. അതാണ് ആൻസർ, 1 ഓം. നെക്സ്റ്റ് വൺ, ഷോ ഹൗ വുഡ് യു ജോയിൻ 3 റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് റെസിസ്റ്റൻസ് 9 ഓം സോ ദാറ്റ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഈസ് 13.5 ഓം 6 ഓം.
അതായത് 3 റെസിസ്റ്റേഴ്സ് 9 ഓം വീതമുള്ള 3 റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 13.5 ഓം കിട്ടത്തക്ക രീതിയിൽ അതെങ്ങനെ കണക്ട് ചെയ്യാം എന്നാണ്. ഇവിടെ 13.5 എന്ന് പറയുന്നത് 9-നേക്കാട്ടി കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരെണ്ണം നമുക്ക് സീരീസിൽ കണക്ട് ചെയ്യാം, ബാക്കി 2 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 9 ഓം അത് മുഴുവൻ കിട്ടും അല്ലേ, 9 ഓമും കിട്ടും. മറ്റേ 2 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്കറിയാം. 1/Rp ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അല്ലേ, 2 എണ്ണം സീരീസിൽ പാരലിൽ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് 1/R1 പ്ലസ് 1/R2 ഈസ് ഈക്വൽ ടു 1/9 പ്ലസ് 1/9. 9 LCM എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 1, അപ്പം 2/9. അത് 1/Rp ആണ് അല്ലേ. ആ 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തപ്പോഴുണ്ടാകുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 9/2. 2/9 എന്നുള്ളത് തിരിച്ചെഴുതണം. 9/2 ഈസ് ഈക്വൽ ടു 4.5 ഓം. അപ്പം ഈ 2 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 4.5 ഓം ആയി അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ആദ്യത്തെ റെസിസ്റ്റൻസും രണ്ടാമത്തെ ഇപ്പം വന്ന 4.5 ഓം ഉള്ള റെസിസ്റ്ററും കൂടെ സീരീസിലാകുന്നു. അപ്പോൾ അവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെയാ, R ഇക്വലന്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. 9 പ്ലസ് 4.5 ഈസ് ഈക്വൽ ടു 13.5 ഓം. അപ്പോൾ ഇവിടെ എങ്ങനെയാ, ഒരു റെസിസ്റ്റർ സീരീസിലും ബാക്കി 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ടും കണക്ട് ചെയ്താൽ നമുക്ക് 13.5 ഓം കിട്ടും. അടുത്തത് 6 ഓം കിട്ടുന്നത് എങ്ങനെയാണെന്നാണ്. ടു ഗെറ്റ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് 6 ഓം വി കണക്ട് റെസിസ്റ്റേഴ്സ് ആസ് 6 ഓം എന്ന് പറഞ്ഞാൽ 9 ഓമിനെക്കാട്ടിലും കുറവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ 2 റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാവും, R1 പ്ലസ് R2, 9 പ്ലസ് 9 18 ഓം ആവും. ആ റെസിസ്റ്റർ ഇക്വലന്റ് റെസിസ്റ്ററും വേറെ ഇപ്പം മൂന്നാമത്തെ റെസിസ്റ്ററായ 9 ഓമും കൂടെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്, 1/R1 പ്ലസ് 1/R2 ആണ് അല്ലേ. 1/18 പ്ലസ് 1/9, 18 LCM എടുക്കുന്നു. അപ്പോൾ 1 പ്ലസ് 2 എന്ന് വരും. ഈസ് ഈക്വൽ ടു 3/18. 3ഉം 18ഉം കൂടെ വെട്ടിപ്പോകുമ്പോൾ 1/6 എന്ന് കിട്ടും അല്ലേ. 1/6 ഓം ആണ്. 1/6 എന്ന് പറയുന്നത് എന്തോ 1/R ആണ് അല്ലേ. 1/R ഇക്വലന്റ് ആണ്. അപ്പോൾ R ഇക്വലന്റ് ഈസ് ഈക്വൽ ടു 6 ഓം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പ്രോബ്ലം എല്ലാം തന്നെ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് ചെയ്തു നോക്കിയിട്ട് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും തെറ്റ് എവിടാന്ന് നോക്കി മനസ്സിലാക്കുക. അങ്ങനെ പ്രോബ്ലം ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവൂ. ഓക്കെ, താങ്ക് യു.